ഹായ്, എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക്. വെൽക്കം ടു മഞ്ജൂസ് കുക്കിംഗ് വ്ളോഗ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നൊരു സാറ്റർഡേ മിനി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ക്ലൈമറ്റ് ഇപ്പോൾ നല്ല പ്ലസൻ്റ് ആണ്. ഇപ്പോൾ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ നല്ലവണ്ണം ബ്ലോസമും എല്ലാം നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഇവിടെ. ഞങ്ങളിപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് മിനി വ്ളോഗിലേക്ക് പോകാം. ഇതൊരു പ്ലാൻഡ് വ്ളോഗൊന്നും അല്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇന്ന് ഫ്രീ ടൈം ഉണ്ട്, അപ്പോൾ പെട്ടെന്നൊരു വ്ളോഗ് ചെയ്താലോ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ രാവിലെ ഞാൻ സാധാരണ സാറ്റർഡേസിലെല്ലാം ലേറ്റായിട്ടാണ് എണീക്കാറ്, ഒരു 7:30 ഒക്കെ ആവും. അപ്പോൾ എണീറ്റ് ഒരു ചായ കുടിക്കൽ പതിവാണ്. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മിക്കവാറും എല്ലാ സാറ്റർഡേസിലും നമുക്ക് ഉപ്പുമാവായിരിക്കും. അപ്പോൾ ചേട്ടൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് തന്നു. ചേട്ടൻ സാറ്റർഡേസിലൊക്കെ എന്നെ ചെറുതായിട്ട് സഹായിക്കാൻ കിച്ചണിൽ കയറാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പപ്പടമൊക്കെ കാച്ചി ഉപ്പുമാവെല്ലാം റെഡിയായി. ഉപ്പുമാവെല്ലാം കഴിച്ച് നമുക്ക് ഉച്ചയ്ക്കലത്തേക്ക് ഞാൻ ഒരു സിമ്പിൾ ലഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഒരു ഇന്ത്യൻ ഫെസ്റ്റിവൽ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ലഞ്ച് കുറച്ച് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇന്ന് ഒരു ബാച്ചിലർ സ്പെഷ്യൽ ചിക്കൻ കറി വെച്ചാലോ എന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു. ഇതൊന്ന് വെച്ച് നോക്കണമെന്ന് ചാനലിൽ കണ്ടിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് എനിക്കതിന് ഒരു നല്ലൊരു സമയം കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അറിയായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞാൻ എൻ്റെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ 3 വിസിൽ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ശരിയാവോ ഇല്ലേന്നൊക്കെ. അപ്പോൾ ലിഡ് നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്നാൽ എനിക്ക് ഒരു സംതൃപ്തിക്ക് വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് ഒന്നുകൂടെ തിളപ്പിച്ചിടും. ഇനി നമ്മൾ പോകുന്നത് ഷാർലറ്റിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഫുഡ് ട്രക്കും എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല ക്രൗഡുള്ള ദിവസമായിരുന്നു. ഒരുപാട് ഇന്ത്യൻസിനെ കാണാൻ പറ്റും അവിടെ വന്നാൽ. അപ്പോൾ ഒരുപാട് ഫുഡ് സ്റ്റോളും എല്ലാം നല്ല തിരക്കായിരുന്നു ഫുഡ് സ്റ്റോളിലൊക്കെ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റ്സിൽ നിന്നുമുള്ള ഫുഡുകളും അതുപോലെ തന്നെ ഡാൻസ് പെർഫോമൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും ഈ ഫെസ്റ്റിവലിൽ വന്നാൽ. നല്ല ക്രൗഡുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം ഡാൻസ് പ്രാക്ടീസിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അവരെല്ലാം കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ പോയത് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ കാണാനായിരുന്നു. സ്റ്റേജ് പെർഫോമൻസ് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇവരിട്ടേക്കുന്ന ഈ കോസ്റ്റ്യൂംസ് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവര് പെർഫോം ചെയ്ത് ഭൂൽഭുലൈ 3 സോങ്ങാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഒരു ഓൾഡ് സോങ് ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു തെലുങ്ക് ആണെന്ന് തോന്നുന്നു, ലാംഗ്വേജ് കേട്ടിട്ട് തെലുങ്ക് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മുടെ മലയാളത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, മലയാളം സോങ് എപ്പോഴാണ് വരുന്നതെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുട്ടികളുടെ സ്വപ്നക്കൂടിലെ പാട്ട് ആണ് അവർ ഡാൻസ് പെർഫോം ചെയ്തത്. ഇപ്പോൾ സ്വപ്നക്കൂടിലെ പാട്ടൊക്കെ കേട്ടപ്പോൾ നമ്മുടെ +2 ആ കാലഘട്ടമൊക്കെ ഓർമ്മ വന്നത്. ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു അത് കേട്ടപ്പോൾ. അത് കഴിഞ്ഞു നമ്മൾ പ്രോഗ്രാംസ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല, നമുക്ക് സമയമില്ലായിരുന്നു. നമുക്ക് മലയാളി അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് വന്നിട്ട് ഒരു ഈവനിങ് ആ സമയത്താണ് തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ മിനി വ്ളോഗ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.